ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നാം ഇന്ന് ഒരു സ്വതന്ത്ര ഭാരതത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ വളരെ കാലം മുൻപ് ഈ രാജ്യം അടിമത്തത്തിലായിരുന്നു. എത്രമാത്രം പങ്കപ്പാടുകൾ, കഷ്ടപ്പാടുകൾ ജനം അനുഭവിച്ചു. എന്നാൽ ആ അടിമത്തത്തിൽ നിന്നൊക്കെയും ദൈവം നമുക്ക് വിടുതൽ തന്നു. എന്നാൽ ഈ വചനത്തിൽ പറയുന്ന അടിമത്തമെന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്തമാണ്. അതായത് പുത്രനാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടത്. പുത്രൻ സ്വാതന്ത്ര്യം തന്നാൽ മാത്രമേ നാം സ്വതന്ത്രരായി തീരുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് അവിടെ യെരുശലേം ദേവാലയത്തിൽ വചനം വായിക്കുന്നതായിട്ട് നാം കാണുന്നു. അവിടെ പറയുന്നത് കർത്താവ് എന്തിനാണ് വന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ വന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. അപ്പം ബദ്ധന്മാർക്ക്, അതായത് അടിമത്തത്തിലിരിക്കുന്നവരെ വിടുവിക്കാനാണ് ഞാൻ വന്നത്. അത് പലതരത്തിലുള്ള അടിമത്തമാണ്. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, കുറ്റപ്പെടുത്തലുകളുടെ, മനസാക്ഷിക്കുത്തിൻ്റെ, ഇതിൻ്റെയൊക്കെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ. പിന്നെ വേറൊന്നുണ്ട്, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാൻ വന്നു. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അധികമായി കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. അതായത് നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു വ്യത്യാസം വരുമ്പോഴാണ് നാം ശരിയായ വിധത്തിൽ ജീവിതത്തെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിലെ സമയവും പിന്നെ നിത്യതയും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മീയത എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത് കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. കാരണം പല വിധത്തിലുള്ള അടിമത്തത്തിലാണ് ജനമായിരിക്കുന്നത്. അത് മാനസികമായ, ആത്മീയമായ അടിമത്തമാണ്. ഇത് പാപമുണ്ട്, ശാപമുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്, സഹിക്കാൻ വയ്യാത്ത പീഡനങ്ങൾ, അതായത് മാനസികമായ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം ജീവിതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ജീവിത ഉദ്ദേശങ്ങളെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അവിടെ എന്താണ് കർത്താവ് ഇവിടെ പറയുന്നത്? കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ. അതായത് നാം എന്താണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നാം എന്താണ് ചിന്തിക്കുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പ്രസംഗിക്കാനും കൂടെയാണ് കർത്താവ് വന്നത്. അതുപോലെ പീഡിതന്മാരെ വിടുവിച്ചയക്കാനും. പീഡിതന്മാർ, പല വിധത്തിലുള്ള പീഡനങ്ങൾ, മാനസികമായിട്ടുള്ളത്, സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ, ഉത്കണ്ഠകൾ, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയും മാറ്റണം. അപ്പം ഈ പീഡനത്തിൽ നിന്നും മനുഷ്യരെ വിടുവിക്കണം. അപ്പോൾ പിന്നീട് എന്താ പറയുന്നത്? കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പം കർത്താവിൻ്റെ പ്രസാദവർഷമെന്ന് വെച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിപ്പാനുള്ള സമയം. അതായത് ഇനി ന്യായപ്രമാണ പ്രകാരമല്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ, പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹത്താൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് കർത്താവിൻ്റെ ക്രൂശിലും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക. ഇതൊക്കെയും പ്രസംഗിക്കാനും
പ്രായോഗികമാക്കാനുമായിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് കർത്താവ് അവിടെ യെരൂശലേം ദേവാലയത്തിൽ വായിച്ച വേദഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ പ്രവചനം നിവർത്തീകരിക്കുവാൻ അവസരമാണ് അന്നുണ്ടായത്. അതായത് താൻ വന്നിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് വിളംബരം ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് ക്രൂശിലാണ് ലഭിച്ചത്. കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്തത് കൊണ്ട് നാം ഇനി ശിക്ഷയ്ക്ക് അധീനരല്ല, നാം സ്വതന്ത്രരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:1 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ഇനി ഭയത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. മാനസികമായിട്ട് നമ്മുടെ ആത്മാവും മനസ്സും സ്വതന്ത്രമായി ജീവിക്കുക. അത് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പൗരന്മാരായി തീരുന്ന ഒരവസ്ഥയും കൂടെയാണത്. അത് സ്വർഗീയമായതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമാണ്. അവിടെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കുകയാണ് ക്രിസ്തുവിൽ നാം ആയിത്തീരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മെ കർത്താവ് തൻ്റെ കാൽവറി യാഗത്തിലൂടെ സ്വതന്ത്രരാക്കി തീർത്തിരിക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, നന്ദി കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ കൃപയാൽ രക്ഷിപ്പാനായിട്ട് നീ കാൽവറിയിൽ യാഗമായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സകല മഹത്വം അവിടുത്തേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.